ഹലോ ഗൈസ്, അപ്പോൾ ഇതെൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യണേ. ഇത് നമ്മൾ കുറച്ച് നാൾക്ക് മുന്നേ പോയ റിസോർട്ടാണ്. ഐസോള ഡി കോക്കോ എന്ന് പറയുന്ന ഒരു റിസോർട്ടാണ്. ഈ അടിപൊളി റിസോർട്ട് എന്ന് പറഞ്ഞാൽ അടിപൊളി റിസോർട്ടാണ്. ഈ റിസോർട്ട് വരുന്നത് നമ്മൾ കുറേ ദൂരത്തൊന്നുമല്ല, നമ്മളെ തിരുവനന്തപുരത്തിന് അടുത്തായിട്ടുള്ള പൂവാറിലാണ് നമ്മുടെ ഈ റിസോർട്ട് വരുന്നത്. 1300 രൂപയ്ക്ക് ഇത്രയും ബഡ്ജറ്റായിട്ട് ഫാമിലി ആയിട്ട് വരുന്നവർക്കും കപ്പിളായിട്ട് വരുന്നവർക്ക് അല്ലെങ്കിൽ സോളോ ആയിട്ട് വരുന്നവർക്കും എല്ലാം എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി റിസോർട്ടാണ് ഗൈസ്. ഇതിൽ നമുക്ക് ഇപ്പോൾ ഇവിടെ വന്നവർക്ക് നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും നല്ല ഹാപ്പി ആയിട്ടുണ്ട്. കാരണം ഇവിടുത്തെ എക്സ്പീരിയൻസും അവിടെ ആംബിയൻസും വൈബും എപ്പോഴും ഒരു നല്ല തണുത്ത കാറ്റ്, ഒരു റിഫ്രഷ്, നമുക്കൊരു നല്ലൊരു റീഫ്രഷ് ആവുന്ന ഒരു കാറ്റും അതേപോലെ നല്ല പ്യുവർ ഓക്സിജൻ നമുക്കിവിടെ കിട്ടും ഗൈസ്. കാരണം അത്രയ്ക്കും ചെടികളാണ്. അങ്ങനെ കണ്ടതിൽ ഏറ്റവും എക്കോ ഫ്രണ്ട്ലിയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു നല്ലൊരു റിസോർട്ടാണ് ഗൈസ്. ഇത് നിങ്ങൾ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണം ഗൈസ്. പൂവാറിലൊക്കെ പോകുന്നവർ ഈ റിസോർട്ടിൽ എന്തായാലും ഒന്ന് മസ്റ്റായിട്ടൊന്ന് വിസിറ്റ് ചെയ്യുക. കാരണം ഇവിടുത്തെ ഫുഡൊക്കെ ആണെങ്കിലും നമുക്ക് വെജ് ഉണ്ട്, നോൺ വെജ് ഉണ്ട്, ഐസ്ക്രീമൊക്കെ അൺലിമിറ്റഡ് ആണ് ഗൈസ്. നമുക്കിപ്പോൾ തന്നെ ഇതിൻ്റെ പാർക്കുണ്ട്, സലൂൺ, സ്പാ, മസാജ് എല്ലാം ഉണ്ട്. ഇപ്പോൾ കുട്ടികളായിട്ട് വരുന്നവർക്ക് തന്നെ ഇതിൻ്റെ പാർക്കൊക്കെ ഉള്ളതുകൊണ്ട് നല്ല എൻജോയ് ചെയ്യാൻ പറ്റും ഗൈസ്. ഇവിടെ തറയിലൊക്കെ തന്നെ ശരിക്കും പുല്ലാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗ്രാസാണ്. ഈവൻ നമ്മൾ വീണാൽ പോലും നമുക്ക് അത്ര ഡാമേജ് ഒന്നും വരത്തില്ല, അത്രയും സോഫ്റ്റാണ് ഗൈസ്. നമുക്ക് നമ്മുടെ ഈ മരത്തിൻ്റെയൊക്കെ താഴെയൊക്കെ ഇരിക്കുമ്പോൾ ഒരു നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യും ഗൈസ്. ഇപ്പോൾ കുട്ടികളായിട്ട് വരുന്നവർക്ക് ഇപ്പോൾ എൻ്റെ വാവ കാണിക്കുന്ന അങ്ങോട്ട് പാർക്കാണുള്ളത്, അവർക്ക് അങ്ങോട്ട് പോകാനാണ് ഇഷ്ടം. പിന്നെ അവർക്ക് ഈ ഗ്രാസൊക്കെ കാണുമ്പോൾ ഭയങ്കര അതിൽ കൂടെ ഓടിക്കളിക്കാനും അതിലിരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ നമുക്ക് വലിയ ആൾക്കാർക്ക് ഇരിക്കാൻ തോന്നിയാൽ, ചെറിയ ആൾക്കാർക്ക് ഇരിക്കാൻ തോന്നിയാൽ ഇവിടെ അത്രയും പ്ലാൻസ് അതേപോലെ പിന്നെ എനിക്ക് ഇവിടുത്തെ തന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ള ഒരേ ഒരു കാര്യമാണ് ഇവിടുത്തെ സ്വിമ്മിങ് പൂള്. കാരണം ചൈൽഡ്സിന് വേണ്ടി പ്രത്യേകം സ്വിമ്മിങ് പൂൾ, പിന്നെ ഡൈവിങ് പൂൾ, അതേപോലെ 3 to 5 ഫീറ്റ് വരുന്ന സ്വിമ്മിങ് പൂൾ, 7.5 ഫീറ്റുള്ള സ്വിമ്മിങ് പൂൾ, അങ്ങനെ എൻഡിലൊക്കെ എന്ന് പറഞ്ഞാൽ 7.5 ഫീറ്റ്, 7.5 അടിയൊക്കെ ഉണ്ട്. ഇവിടെ 4, 3, 5 അടിയേ ഉള്ളൂ. പിന്നെ ചിൽഡ്രൻ പൂളിൽ 1 അടിയൊക്കെ ഉള്ളൂ താഴ്ച. അടിപൊളിയാണ്. നമുക്ക് ഇവിടുത്തെ എനിക്ക് മെയിനായിട്ടെന്ന് പറഞ്ഞാൽ സ്വിമ്മിങ് പൂളാണ് ഇഷ്ടപ്പെട്ടത്. എല്ലാം ഇവിടുത്തെ ഓക്കെ. പിന്നെ ഇവിടെയാണ് നമ്മുടെ വെൽക്കം ഡ്രിങ്ക്സ് ഒക്കെ കൊടുക്കുന്നത്. ഇവിടെ വെച്ചിട്ട് തന്നെയാണ് പ്ലാൻസ് ഒക്കെ പറയുന്നത്. ഇപ്പോൾ നമ്മൾ സ്വിമ്മിംഗ് പൂൾ രാവിലെ ഉപയോഗിച്ച് നമുക്ക് ചെക്കൗട്ട് ചെയ്യുന്നവരെ സ്വിമ്മിംഗ് പൂൾ ഉപയോഗിക്കാം. പിന്നെ എനിക്കിവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചതെന്ന് പറഞ്ഞാൽ ബട്ടർഫ്ലൈസ്, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ബട്ടർഫ്ലൈസ് ആണ്. പിന്നെ നമ്മൾ മെയിനായിട്ട് എൻജോയ് ചെയ്ത കാര്യങ്ങൾ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങുന്നത്, ടീ കുടിക്കുന്നത് എല്ലാം നമ്മൾ അടുത്ത വീഡിയോയിലാണ് കൊണ്ടുവരുന്നത്. അത് നിങ്ങൾ മസ്റ്റായിട്ട് വാച്ച് ചെയ്യും. താങ്ക്സ് ഫോർ വാച്ചിങ്.